പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ കൽപ്പന തന്നെ ധ്യാനിച്ചിറങ്ങണം നമുക്ക്. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. ഈ ഒരൊറ്റ കൽപ്പനയിൽ ജീവിതം ഇങ്ങനെ അടിമുടി നവീകരിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച ഒരു വിശുദ്ധന്റെ തിരുനാൾ. കത്തോലിക്ക സഭയെ ഇങ്ങനെ പരിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തിൽ ഉയർത്തി നിർത്തിയ ഒരു മഹാവിശുദ്ധന്റെ തിരുനാള് വിശുദ്ധ 10-ാം പീയൂസ് പാപ്പയുടെ തിരുനാള്. സർവവും ക്രിസ്തുവിൽ നവീകരിക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആപ്തവാക്യം. സർവവും ക്രിസ്തുവിൽ നവീകരിക്കുക. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്നുള്ള ഏക കർത്താവിൽ ഇങ്ങനെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ജീവിക്കാനായിട്ട് മനുഷ്യരെ ഒരുക്കാനായിട്ട് സ്വർഗം നിയോഗിച്ച ഒരു പാപ്പ. എന്തൊരു വലിയ മാറ്റമാണ് ഈ വിശുദ്ധൻ വഴിയായിട്ട് കത്തോലിക്ക സഭയിൽ വന്നതെന്ന് ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. കർത്താവ് വരദാനമായിട്ട് തന്ന ഒരു വിശുദ്ധനായിരുന്നു ഇതെന്ന്. കർത്താവ് നമുക്ക് അത്രയും വലിയൊരു ഗിഫ്റ്റായിട്ട് തന്ന ഒരു പാപ്പയായിരുന്നു കത്തോലിക്ക സഭയ്ക്ക് പരിശുദ്ധ 10-ാം പീയൂസ് പാപ്പ എന്ന് മനസ്സിലാകും. ദിവ്യകാരുണ്യത്തിൻ്റെ പാപ്പ എന്ന് തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതിനുള്ള കാരണം പറയുന്നത് എല്ലാ പെൺകുട്ടികൾക്കും അൽമായർക്കും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് അനുവാദം നൽകിയ പാപ്പ. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിൻ്റെ സമയമൊക്കെ കുറച്ചൊരു പാപ്പ. അതായത് 5-ാം ക്ലാസ്സിലൊക്കെ ആവുമ്പോഴേക്കും 10 വയസ്സാവുമ്പോഴേക്കും ഒക്കെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ഭുതമായിരുന്നു. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞാൽ അത് വിപ്ലവമായിരുന്നു അന്നത്തെ കാലത്തെ. ഈ ഒരു പരിശുദ്ധ പാപ്പയുടെ വലിയൊരു ദീർഘവീക്ഷണം. ഇന്ന് കത്തോലിക്ക സഭ നിലനിൽക്കുന്നത് പരിശുദ്ധ കുർബാന വഴിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ ബേസ് ഇട്ട് കൊടുത്തത് ഈ പാപ്പയായിരുന്നു എന്ന് തന്നെ പറയണം. പരിശുദ്ധ കുർബാനയോട് അതിയായിട്ടുള്ള ആഴമായിട്ടുള്ള വിശ്വാസമുണ്ടായിരുന്ന ഒരാൾ. രണ്ടാമത്തെ കൽപ്പനയെക്കുറിച്ച് കർത്താവ് പറയും, രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ, അതായത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. പരിശുദ്ധ പാപ്പ മരിച്ചത് എങ്ങനെയാണെന്നറിയുമ്പോൾ ക്രിസ്തുവിനെ ഇത്രയധികം സ്നേഹിച്ച ഒരാൾ രണ്ടാമത്തെ കൽപ്പനയും തൻ്റെ ജീവിതത്തിൽ നിറവേറ്റുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. 1914 ഓഗസ്റ്റ് 20-ാം തീയതി അദ്ദേഹം ഹൃദയം തകർന്നാണ് മരിച്ചത്. ഹൃദയം തകരാനുള്ള കാരണം യുദ്ധത്തിൻ്റെ ഭീകരത കണ്ടിട്ട, മനുഷ്യർ പരസ്പരം ഇങ്ങനെ മല്ലടിക്കുന്ന കണ്ടിട്ട, അങ്ങനെ കൂടെയുള്ള മനുഷ്യര് ഇങ്ങനെ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്നല്ലോ എന്നുള്ള ആകുലതയിൽ മനുഷ്യരിങ്ങനെ വല്ലാതെ ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീഴുന്നത് കണ്ടിങ്ങനെ അസ്വസ്ഥനായിട്ടാണ് ആളുടെ ഹൃദയം പൊട്ടി മരിക്കുന്നത്. കർത്താവ് പറഞ്ഞ ഇതേ 2 കൽപ്പനകളും ഇങ്ങനെ ജീവിതത്തിൽ നിറവേറ്റിയ ഒരാൾ. അതിനെല്ലാം ഉപരിയായിട്ട് വിശുദ്ധ കുർബാനയെ കത്തോലിക്ക സഭയിലെ എല്ലാവർക്കും സ്വീകരിക്കാനായിട്ട് പ്രാപ്തനാക്കിയ ഒരു പാപ്പ. അദ്ദേഹത്തെ മറന്നൊരു ഒരു ഒരു ജീവിതമില്ല കത്തോലിക്കർക്ക്. അത്രയ്ക്ക് പരിശുദ്ധ കുർബാനയെ നമുക്ക് പ്രാപ്തനാക്കി തന്ന, ഈശോയെ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഭാഗ്യം ഉണ്ടാക്കി തന്ന ഒരു വിശുദ്ധൻ. ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ 10-ാം പീയൂസ് പാപ്പയെക്കുറിച്ച് പറയാനുണ്ട്. ചെറുപ്പകാലത്ത് കാത്തു സൂക്ഷിച്ചിരുന്ന വിശുദ്ധിയും ദാരിദ്ര്യത്തിനിടയിലും അദ്ദേഹം എപ്പോഴും ചേർത്ത് പിടിച്ചിരുന്ന വിശ്വസ്തതയും ഒക്കെ, ഈശോയോട് കാണിച്ചിരുന്ന പരിശുദ്ധ പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് കാണിച്ചിരുന്ന തീക്ഷ്ണത, കൂടെയുണ്ടായിരുന്ന അനുകമ്പ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകതകൾ പറയാനുണ്ട്. പക്ഷേ 10-ാം പീയൂസ് പാപ്പ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയുടെ പാപ്പയാണ്. ഇന്ന് അദ്ദേഹത്തെ അതിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തെ ബഹുമാനിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും മുഴുവൻ മനസ്സോടുകൂടെ. എല്ലാ ദിവസങ്ങളിലും സാധിക്കുമ്പോൾ എന്നല്ല പറയണത്, നിർബന്ധപൂർവം എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക. വിപ്ലവം തന്നെയായിരുന്നു അന്നത്തെ കാലത്ത്.
എത്രയോ പേരോട് എതിരിടേണ്ടി വരുന്നു, എത്രയോ പേരോട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നു, എത്രയോ പേരോട് സമാധാനം ബോധിപ്പിക്കേണ്ടി വരുന്നു. എന്നിട്ടും തലമുറകൾ നീളുന്ന മനുഷ്യരുടെ ജീവിതത്തിന് വലിയ ഉണർവ്, വലിയ ആത്മീയത സമ്മാനിക്കുന്ന വിധത്തിലൊരു പരിശുദ്ധ പാപ്പയുടെ ദീർഘവീക്ഷണം, അത് പരിശുദ്ധ കുർബാന വഴി മാത്രം സംഭവിക്കുന്ന അത്ഭുതങ്ങളാണെന്ന് തിരിച്ചറിവിൽ നിന്നുള്ള തീരുമാനങ്ങൾ. ഈ പരിശുദ്ധ പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ, വിശുദ്ധ 10-ാം പീയൂസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ കുർബാനയിലേക്കുള്ള നമ്മുടെ അടുപ്പം വർദ്ധിക്കട്ടെ എന്ന്, ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയം ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഒരിത്തിരി പോലും എക്സ്ക്യൂസ് ഇല്ലാതെ പരിശുദ്ധ കുർബാനയിൽ വന്ന് പങ്കുചേരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ നിന്ന് മുടങ്ങിപ്പോകുന്നത്. ഞായറാഴ്ച പോലും സങ്കടമുണ്ട്. കാരണം ഈ പാപ്പയുടെ തിരുനാളിൽ ഇനി ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന ഇല്ലാതെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റിയാൽ അത് ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ടുള്ള നമ്മുടെ ഏറ്റവും നല്ല എലിജിബിലിറ്റി ആയിരിക്കും. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവെ, ഈ പരിശുദ്ധ പാപ്പയുടെ സ്നേഹം, ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹം, പരിശുദ്ധ കുർബാനയോടുള്ള തീക്ഷ്ണത, അടങ്ങാത്ത ദാഹം ഞങ്ങൾക്കും തരണമേ എന്നുള്ള അപേക്ഷയോടുകൂടി നമുക്ക് ആശീർവാദത്തിനായി ദിവ്യകാരുണ്യനാഥന്റെ സ്നേഹം സ്വീകരിക്കാനായി ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ 10-ാം പീയൂസ് പാപ്പയെ പോലെ സമസ്തവും ക്രിസ്തുവിൽ നവീകരിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തി തുടങ്ങണം. നമ്മുടെ കുടുംബവും നമ്മുടെ ജീവിതവും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം ക്രിസ്തുവിൽ നവീകരിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. കർത്താവ് നമ്മെ നവീകരിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.